വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം വചനമറിഞ്ഞാൽ ആത്മാവുണരും കൃത്തി വചനം വചനം ദൈവത്തിൻ വചനം 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 ദൈവത്തിൻ വചനം. അമ്മേ, ഞാൻ ഇറങ്ങിട്ടാ. എടാ, നീ ഇത് എവിടെ പോവാണെന്നൊന്ന് പറഞ്ഞിട്ട് പോടാ. എന്താണ്? എടാ, ഞാൻ ഇതിനകത്ത് ഉരുണ്ട് വീണ് ചത്ത് കഴിഞ്ഞാ നീ അറിയുവോ? ഇവിടെ വേറെ വല്ലവരും ഉണ്ടോ? ഇതുപോലെ ശല്യമല്ലേ ഇത്? ഇതല്ലേ ഒരു വഴിക്കിറങ്ങാൻ തുടങ്ങുമ്പോ തുടങ്ങിക്കോളുന്ന ഉടക്ക് വർത്താനം. നമ്മുടെ കയ്യിൽ ഒരു കുന്ത്രാണ്ടുമില്ലേ? അഥവാ അങ്ങനെ ഉരുണ്ട് പടഞ്ഞ് വീഴുകയാണെങ്കിൽ വീഴുന്നതിന് മുമ്പ് എന്നെ വിളിച്ചത് പറഞ്ഞാ മതി. അങ്ങനെ പറഞ്ഞ് നീ പോവാണോ? പിന്നല്ലാണ്ട് 24 മണിക്കൂർ എനിക്ക് ഇതിനകത്ത് ഇരിക്കാൻ പറ്റുമോ? ഞാനൊരു ജോലി അന്വേഷിച്ച് പോണല്ലേ ഇത്. എല്ലാ ദിവസവും ഈ ജോലി അന്വേഷിച്ച് പോക്കല്ലേ, അവസാനം വൈകുന്നേരം ആവുമ്പോ 4 കാലം കേറി വരും. എന്താടാ? എന്താ എന്താ ദേ, ഒരു കാര്യം ഞാൻ നമ്മുടെ സ്ഥിരം പറയണാണ്. എന്താടാ? ഞാൻ ഇള്ളാവാ കൊച്ചൊന്നും അല്ല. വളർന്ന് പ്രായമായി കല്യാണം കഴിച്ച് ഒരു കുട്ടിയുള്ള ഒറ്റ പുരുഷനാണ്. ഉപദേശത്തിനൊക്കെ ഒരു പരിധി ഉണ്ടട്ടാ. ആ പരിധി ലംഘിച്ച നീ എന്നെ എന്ത് ചെയ്യൂടാ? എന്ത് ചെയ്യാൻ? അമ്മയായി പോയില്ലേ? അമ്മയായി പോയി. എന്നിട്ട് ആ വിചാരം വല്ലതും നിനക്കുണ്ടോ? ആ വിചാരം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും നേരം ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചത്. ഓ, വലിയ കാര്യത്തിന് ഈ കല്യാണം കഴിച്ച കാര്യമൊക്കെ പറഞ്ഞല്ലോ. എന്നിട്ട് നിന്റെ ഭാര്യയും കൊച്ചും എവിടെയാടാ? ഇത് വലിയ ശല്യമല്ലേ ഇത്? അതേടാ, ഞാൻ നിനക്ക് ശല്യവാ, നിന്റെ ഭാര്യയും കൊച്ചും നിനക്ക് ശല്യവാ. എന്റെ മോനെ, നിന്റെ ഈ ഉത്തരവാദിത്വം ഇല്ലാത്ത ഈ പോക്കേ അതത്ര നല്ലതിനൊന്നും അല്ല. നീ ഓർത്തോ, ഇങ്ങനെ ഓരോന്ന് ചോദിച്ച് ഞങ്ങള് നിന്റെ പുറകെ വരുന്നത് കൊണ്ടല്ലേ ഞങ്ങള് നിനക്ക് ശല്യമായത്. ആ കൊച്ചു നിന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ അവൾ അവളെ വീട്ടിലേക്ക് പിണങ്ങി പോകാനായിട്ട്? എന്താടാ കാരണം? എന്താണ് കാരണം? നിന്റെ ഡോങ്കേറ് കളിക്കൊന്നും ആ കൊച്ചു കൂട്ടു നിന്നില്ല, അതല്ലേ? എന്ത്? എന്നെയാണ് ഒരു സ്ഥലത്തും പറഞ്ഞു വിടാൻ പറ്റത്തില്ല. എനിക്കാണെ പോകാൻ ഒരിടോ ഇല്ലതാനും. അമ്മക്കിപ്പോ എന്താണ് വേണ്ടത്? അവളെ വിളിച്ചോണ്ട് വരണോ? അത് ജന്മത്ത് നടക്കില്ല. പിന്നെ അമ്മയെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടണോ? അത് ഞാൻ സന്തോഷത്തോടെ ചെയ്യും. മനസ്സിലായ? ഇങ്ങോട്ട് വാ എന്നെ പറഞ്ഞു വിടാനായിട്ട്. എന്റെ മരണശേഷം അല്ലാതെ നിനക്ക് എന്നെ ഈ പടി ഇറക്കി വിടാൻ പറ്റില്ല. ഇത് നിന്റെ അപ്പനെ എന്റെ പേരിലാ എഴുതി വെച്ചിരിക്കുന്നത്. ഓ, എന്റെ പൊന്നോ, കുറച്ച് സമാധാനം തരുവാ. എങ്ങനെ സമാധാനം കിട്ടും? കയ്യിലിരിപ്പും മനസ്സിലിരിപ്പും അതല്ലേ? കള്ളു കുടിയും കറങ്ങി നടക്കലും. ഇതങ്ങനെ പിടിച്ചേ. എന്താടാ ഇത്? അമ്മക്ക് ചിറ്റിക്കിടക്കാൻ കാശ് വേണ്ടേ? അല്ല മോനെ, ഇത് ഞാൻ തിരികെ തരുന്ന എന്തിനാ നമുക്കറിയോ? ഇതിന്റെ വക കൂടി ഞാൻ തിരികെ വരുമ്പോ കേൾക്കേണ്ടി വരും എന്നോർത്തിട്ടാണ്. അല്ല മോനെ, ഇത് തിരികെ തരാൻ ഞാൻ മോന് കാശൊന്നും തന്നില്ലല്ലോ. ഇല്ല, ഇത് ഞാൻ അമ്മ വെച്ച് അരിക്കലിൽ നിന്ന് എടുത്താണ്. എന്റെ വ്യാകുലമാതാവേ, എന്റെ കാശ്. അതാണ് ഈ കാശി. ഈശ്വരാ, ഇതും കൊണ്ട് പോകാൻ അവന് തോന്നിയില്ലല്ലോ. ഇവൻ ഇതെന്ത് പറ്റി? എന്റെ ദൈവമേ, ഇവന് നല്ല ബുദ്ധി കൊടുക്കണേ. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. സങ്കീർത്തനങ്ങൾ 34 അധ്യായം 18 വാക്യം. എന്റെ ക്ലീറ്റസേ, എവിടെ പോയി കിടക്കായിരുന്നു നീ? ഓ സോറിയടാ, കുറച്ച് വൈകിപ്പോയി. അതൊക്കെ പോട്ടെ. നീ താമസിച്ചു വന്നതൊക്കെ ഞാൻ ക്ഷമിച്ച്. നീ കാശ് കൊണ്ടുവന്നില്ല. അതാണ് പ്രശ്നം. ഇറങ്ങാൻ നേരത്തെ അമ്മ ഇത്തിരി ഉടക്കായതുകൊണ്ട് കട്ടെടുത്ത അമ്മയുടെ കാശി കൈയോടെ തിരിച്ചു കൊടുത്ത് തടിയൂരി. അപ്പൊ നീ കാശില്ലാതെയാണ് വന്നിരിക്കുന്നത്? അതെ. അപ്പിനി എന്താ ചെയ്യാ?
നിനക്ക് മദ്യപിക്കണം, ഏ? പിന്നെ ഭക്ഷണം കഴിക്കണം, അത്രയല്ലേ ഉള്ളൂ. അതെ, അതിന് കാശില്ലല്ലോ. അതിനൊക്കെ വഴി ഞാൻ കണ്ടിട്ടുണ്ടാ. ഏ? ഭക്ഷണം നല്ല ചൂടൻ ബിരിയാണി ഞാൻ നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? എന്തുകൊണ്ടാ? എടാ നീ വെറുതെ ആളം ഭ്രാന്ത് പിടിപ്പിക്കാതെ കാര്യം പറയും. പണമല്ല, സ്വർണമാണ്, സ്വർണം. സ്വർണ്ണോ? ആ, അവള് പോയപ്പോ മോന്റെ മാല കൊണ്ടുപോകാൻ മറന്നുപോയി. ഒരു മുക്കാപ്പവനുണ്ടാവും. നീയാടാ കൂട്ടുകാരൻ. കുടുംബം വിറ്റിട്ടാണെങ്കിലും നമ്മുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കും. അത് നമുക്ക് മാല വിൽക്കാം, എന്നിട്ട് പോരെ കുടുംബം വിൽക്കല്. മദ്യപനായ തൊഴിലാളി ഒരിക്കലും ധനവാനാവുകയില്ല. ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിക്കും. പ്രഭാഷകൻ 19-ാം അധ്യായം 1-ാം വാക്യം. ഓ കേറ്. എടാ ഹെൽമെറ്റ് ഒന്നും വെക്കണില്ലേ? എടാ നമ്മൾ ഇടവഴി കയറിയല്ലടാ പോണത്. എടാ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇടവഴി കൂടി പോയപ്പോൾ 2 പ്രാവശ്യം പോലീസ് പിടിച്ചത്. അതെടുത്ത് വെക്കങ്ങാട്. ആ, ഇത് കയറിക്കോട്ടെ. ഇതെന്ത് വണ്ടി അറിയും? ഓസിനല്ലേ? ആ, വിട്ടോ വിട്ടോ. ഓ. എന്തൊക്കെയുണ്ട് ചേർത്തി വിശേഷം? ഇപ്പൊ പഴയതുപോലെ പള്ളിയിലേക്കൊന്നും കാണുന്നില്ലല്ലോ. എവിടെ എന്റെ മാനുവലെ, 5-6 അടി വെച്ച് കഴിഞ്ഞാ ഭയങ്കര കഥപ്പ. ഓ, ചേട്ടത്തിയുടെ മുഖത്ത് നോക്കിയാൽ അറിയാം മനസ്സിന് നല്ല വിഷമമുണ്ടെന്ന്. അല്ല, മരുമകള് തിരികെ വന്നോ? ഈ വഴക്കൊക്കെ മാറിയില്ലേ? ഇല്ല, പറയാനാണെ ഒത്തിരി പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ട് ശാന്തി. ഒക്കെ സഹിക്കാം. മോന്റെ മദ്യപാനം വലിയ പ്രശ്നം. മരുമോളുകൂടി പോയതിനു ശേഷം തോന്നുമ്പോ പോവുക, തോന്നുമ്പം വരിക, പറഞ്ഞെനിക്ക് മടുത്തു. ഇന്നലെ രാവിലെ പോയിട്ട് പച്ചപ്പാതിരിയായപ്പോഴാ കയറി വന്നത്. ദാ ഇപ്പൊ ഞാൻ പള്ളിയിലോട്ട് പോരുമ്പോ അവിടെ കിടന്ന് ഉറങ്ങുക, എഴുന്നേറ്റിട്ടില്ല. ഞാൻ പറഞ്ഞ അനുസരിക്കുന്ന പരുവൊക്കെ കഴിഞ്ഞില്ലേ? അല്ല, മറ്റാരെ കൊണ്ടെങ്കിലും ഒന്ന് സംസാരിപ്പിക്കാൻ പാടില്ലേ? ആര് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മാനുവലെ. എന്റെ കണ്ണടയുന്നതിന് മുമ്പ് ഇവന്റെ ഈ സ്വഭാവം മാറുമോ ആവോ? അങ്ങനെയൊന്നും വിഷമിക്കണ്ട, അതൊക്കെ ശരിയാവാൻ എത്ര സമയം വേണം? ദാ ഈ ഞങ്ങളെ തന്നെ എടുത്താ പോരെ. എന്തായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്? ദൈവത്തിന്റെ മുമ്പിൽ സറണ്ടർ ആവാൻ അധികം സമയമൊന്നും വേണ്ട. അവന്റെ മനസ്സ് മാറാൻ ചേട്ടത്തി മുട്ടിപ്പായി പ്രാർത്ഥിക്കുക. ബാക്കിയെല്ലാം അവിടെ നിന്ന് നോക്കിക്കോളും. സത്യം പറഞ്ഞ മക്കളെ, ഊണിലും ഉറക്കത്തിലും അത് തന്നെ എന്റെ പ്രാർത്ഥന. അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. മാർക്കോസ് 11-ാം അധ്യായം 24-ാം വാക്യം. പിന്നെ എവിടെയെങ്കിലുമൊക്കെ കാണുമ്പോ ഇതുപോലെ നല്ല കാര്യങ്ങളൊക്കെ വല്ലതും പറഞ്ഞു കൊടുക്ക്. നിങ്ങൾക്ക് 100 പുണ്യം കിട്ടും. ചേട്ടത്തി സമാധാനമായിട്ടിരിക്കുക. ഞങ്ങൾ ക്ലീറ്റസിനോട് സംസാരിക്കാം. എങ്കിൽ പിന്നെ ചേട്ടത്തി ചെല്ലേ. ശരി മക്കളെ. ഇടയ്ക്ക് ഞാനും കാണാറുണ്ട്.
ഈ ചേട്ടത്തിയുടെ മോൻ ക്ലീറ്റസിനെ. അല്ല, ആ ജോസഫിന്റെ മോൻ ഒരുത്തനുണ്ടല്ലോ. ആ, എന്ത് ചോദിച്ചാലും ചുണ്ടിത്തരം പറയുന്ന ഒരുത്തൻ. ആ, അതന്നെ. എന്താ അവന്റെ പേര്? എനിക്ക് മനസ്സിലായി. ആ, സോളമൻ. ആ, പേര് രാജാവിൻ്റെയാണ്, പക്ഷേ സ്വഭാവം. നിന്റെ കുട്ടിയുടെ മാല ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ സുഖമായിട്ട് കിടക്കുന്നു. നീയും ഇതുപോലെ നിന്റെ വീട്ടിൽ നിന്ന് ഓരോ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടാണല്ലോ നമ്മൾ നമ്മുടെ കലാപരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകണത്. അതുപോലെ ഇടക്കിടക്ക് ഞാനും ചെയ്യുന്നു. അതൊക്കെ ഒരു രസം. ആ, ദേ വരണുണ്ടല്ലോ ഉപദേശക സമിതി. ഓ, ഇവന്മാര് വലിയ പ്രശ്നമാണല്ലോ. നമുക്കിവിടെ നിന്ന് അങ്ങോട്ട് മാറിയെന്നല്ല. ആ, നീ എവിടെ ഇരിയടാ? നമ്മൾ അങ്ങനെ മാറുമ്പോഴാണ് ഇവന്മാര് പിന്നെയും പിന്നെയും നമ്മളെ ഉപദേശികളായെന്ന് തോന്നണത്. ഓ, നിന്റെ ഒരു ധൈര്യം സമ്മതിക്കണം. നീ ഡീൽ ചെയ്തേക്കണം. അതെന്താണ്? ഞാൻ വെറുതെ അങ്ങ് കൂടെ നിൽക്കും. നീയല്ലേ കൂടുതൽ കള്ളു കുടിച്ചേക്കാം. ക്ലീറ്റസ്, ആ, ഒന്നിങ്ങ് വരുമോ? എന്താ ഏട്ടാ? അല്ല, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നേ. അതിനങ്ങോട്ട് വരെ എന്തിനാണ്? ഇവിടെ ഒന്ന് പറഞ്ഞാ പോരെ? ഇവൻ കേട്ടാലും എനിക്ക് വല്ല കുഴപ്പമൊന്നുമില്ല. ഇവനും കൂടി ഉപകാരപ്പെടുമെങ്കിൽ അതൊരു നല്ല കാര്യമില്ലേ? അല്ലേടാ? പിന്നല്ലാതെ. ചേട്ടൻ ധൈര്യത്തിന് വന്ന് പറയട്ടാ. അതെ ക്ലീറ്റസ്, നിങ്ങള് ഇങ്ങനെ അതിങ്ങനെ പോർട്ടിങ്ങട് എല്ലാം പഠിച്ചിട്ട് വന്നേക്കാണ്. നിങ്ങൾ ഞങ്ങളെ കളിയാക്കുകയാണെന്ന് മനസ്സിലായി. എന്നാലും ചോദിക്കുക, ഇതൊക്കെ നല്ലതാണോ? ഏതൊക്കെ? അല്ല, ഇതുപോലെ ഏത് നേരവും മദ്യപിച്ച് ഇങ്ങനെ കറങ്ങി നടക്കുന്നത്? ഇത്രയൊക്കെ പ്രായമായില്ലേ, ഇനിയെങ്കിലും കുറച്ചൊക്കെ പക്വത വേണ്ടേ? അല്ല, നിങ്ങളൊക്കെ ഇങ്ങനെ പക്വതയുള്ള ആളുകളായിട്ട് പ്രാർത്ഥനയും കുർബാനയൊക്കെ ആയി മറ്റുള്ളവരെ ഉപദേശിക്കാനായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് ഇത്രയല്ലേ നാളായിട്ടുള്ളു. അതിനു മുമ്പ് ചില്ലറ വേഗത്തിലൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ ഞങ്ങൾക്കറിയാം. അതെ. അപ്പോ ഞങ്ങളൊക്കെ അത്രയ്ക്ക് അങ്ങോട്ട് ആകോട്ടെന്നേ. അതുവരെ ഞങ്ങളൊന്ന് വെറുതെ വിടണം പ്ലീസ്. അല്ല, ഞങ്ങൾ പുണ്യാളന്മാരായിരുന്നു എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഇന്നിപ്പം നിങ്ങളോട് ഞങ്ങൾ പറയുന്ന പോലെ അന്ന് ഞങ്ങളോട് പറഞ്ഞു തരാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. അന്നേ നിങ്ങൾ നന്നായി പോയെന്നല്ലേ ഉദ്ദേശിച്ചത്? അല്ല, പറയ്. അന്ന് അങ്ങനെ ആരും ഉണ്ടാകാതിരുന്നില്ല ഇപ്പൊ നിങ്ങൾ സന്തോഷിക്കണമെന്ന് ഞാൻ പറയൂ. മനസ്സിലായില്ലേ? അല്ലേ നിങ്ങൾ മുമ്പേ നന്നായി പോവും. ദേ ഇപ്പൊ ഈ ഞങ്ങളെപ്പോലെ അടിച്ചു പിടിക്കുന്ന സമയം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാനേ. എന്താ പറഞ്ഞത്? അതെ, നിങ്ങളൊക്കെ അടിച്ചു പൊളിച്ച് സന്തോഷിച്ചത്രയും അത്രയും സമയം ഞങ്ങളൊന്ന് സന്തോഷിക്കട്ടെ ചേട്ടാ. പിന്നല്ലാതെ. പള്ളിയിൽ വെച്ച് ദേ ഈ ക്ലീറ്റസിന്റെ അമ്മ ഞങ്ങളോട് അവനെ ഒന്ന് കണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാ ഞങ്ങൾ ഇത്രയും പറഞ്ഞത്. വാ വന്നില്ലേ, നമുക്ക് പോവാം. നിങ്ങൾ പറഞ്ഞു, പകരം ഞങ്ങൾ വയറ് നിറച്ചങ്ങോട്ട് തന്നില്ലേ? അപ്പൊ അതുകൊണ്ട് രണ്ടുപേരും സന്തോഷിച്ച് അങ്ങോട്ട് പോയിക്കോ. വിട്ടോ വിട്ടോ വിട്ടോ. എൻ്റെ മകനെ, നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. പ്രഭാഷകൻ 2-ാം അധ്യായം 1-ാം വാക്യം. ഞങ്ങളെ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ ക്ലീറ്റസ്, ഒരു കാര്യം ആലോചിക്കുന്നത് നല്ലതാ. ആ പിണങ്ങിപ്പോയിരിക്കുന്ന ഭാര്യയെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ മദ്യപാനമൊക്കെ ഒന്ന് നിർത്തി നേരാമണം ജോലിക്ക് പോയി കുടുംബം ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നതാ ഇതിലും നല്ലതെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഓക്കെ, ഞങ്ങൾ വരവ് വെച്ചിരിക്കുന്നു. രണ്ടുപേരും എളുപ്പം സ്ഥലം വിടാൻ നോക്ക്. നിങ്ങൾ പോയിട്ട് വേണം ഞങ്ങൾക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ. അതെ, ഞങ്ങളൊരു അടുത്ത ഫ്രണ്ട് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. മാർഷൽ. എന്താ അത്? വിസ്കിയാണോ? എടാ അല്ലടാ, കൂട്ടുകാരന്റെ പേരാണ് മാർഷൽ. ഓ, മാർഷൽ. നീ വേണം കേരള പോവാങ്ങാട്. എപ്പോഴായിരുന്നു? ഓ, ഇപ്പൊ എങ്ങനെയുണ്ട്? ICUലോ? ആ, ശരി ശരി, ഓക്കേടാ. എന്തു പറ്റി?
ആരാ ഐസിയുല്? മാനുവൽ ആരോടാ സംസാരിച്ചത്? എന്നാലും ഒരു വല്ലാത്ത വാർത്തയായിപ്പോയി ഇപ്പൊ കേട്ടത്. ആ ക്ലീറ്റസും സോളമനും ഓടിച്ച വണ്ടി ആക്സിഡന്റ് ആയി. ആരപ്പോ വിളിച്ചത്? നമ്മുടെ സക്രിയ വിളിച്ചത്. അവൻ KMK ഹോസ്പിറ്റലിലെ ആംബുലൻസ് ഡ്രൈവറാണല്ലോ. ആ. എന്നിട്ടിപ്പോ എന്താ അവസ്ഥ എന്ന് പറഞ്ഞത്? രണ്ടുപേർക്കും കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് അവൻ പറയണേ. ആ ചെറുക്കൻ സോളമൻ, അവര് രണ്ടുപേരും ICUലാണെന്ന്. ആ, ഈ അവസ്ഥയിൽ പറയാൻ പാടില്ലാത്തതാണ്. എന്താ? പറയാതിരിക്കാൻ പറ്റുമോ? തിരുത്തപ്പെടാനുള്ള അവസരങ്ങൾ കണ്ടില്ലെന്ന് നടിച്ച് സ്വന്തം ദൗർബല്യങ്ങളിൽ നിന്നും പുറത്തു വരാതെ നാശത്തിന്റെ പൊട്ടക്കിണറ്റിൽ വീണുപോയവരാ ഈ രണ്ടുപേരും. എന്ത് ചെയ്യാം? ഉള്ളിലെ തിരി താഴ്ന്നു പോയാ പുറമേ നിന്നും വെളിച്ചം പകരാൻ തയ്യാറായി നിൽക്കുന്നവർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ഇനി ചെയ്യാൻ ഒറ്റ വഴിയേ ഉള്ളൂ. രണ്ടുപേർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ആ ചേട്ടത്തി വിവരം അറിഞ്ഞാവോ? എന്തായാലും ശരി, ഒന്നും വരാതിരുന്നാ മതിയായിരുന്നു. ഭാഗ്യവും നിർഭാഗ്യവും, ജീവനും മരണവും, ദാരിദ്ര്യവും ഐശ്വര്യവും കർത്താവിൽ നിന്ന് വരുന്നു. പ്രഭാഷകൻ 11-ാം അധ്യായം 14-ാം വാക്യം. അങ്ങ് ചേർത്ത് വെച്ചോ. ആ ചേർത്തി. ചേട്ടത്തി കരയല്ലേ? ദൈവം സഹായിച്ച അവനൊന്നും വരില്ല. ഇണങ്ങിയും പിണങ്ങിയും ഞാനും അവന്റെ ഭാര്യയൊക്കെ എന്തെല്ലാം പറഞ്ഞു നോക്കി, ഒന്നും കേട്ടില്ല. അവസാനം കണ്ടില്ലേ? ഡോക്ടർ എന്താ പറഞ്ഞത്? അത് പിന്നെ ഇവൻ ക്ലീറ്റസ് പുറകിലായിരുന്നതേ, ഹെൽമെറ്റും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോ വണ്ടി മറിഞ്ഞു വീണപ്പോ അവൻ തലയടിച്ച് വീണിട്ടുണ്ടെന്നാ പറയുന്നത്. ഇപ്പൊ ഒരു സ്കാനിങ് ഉണ്ട്, അതുകൂടെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ പറ്റൂന്നാ ഡോക്ടർ പറയുന്നത്. ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കാം. അല്ല, ഇപ്പൊ ചേർത്തി ചായ വല്ലതും വാങ്ങിക്കാൻ ഇറങ്ങിയതാണോ? അതെ മോനെ, ആ കൊച്ച് അവന്റെ ഭാര്യ വന്നിട്ട് ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. ആ കൊച്ചിനെ കൊണ്ട് ICUന്റെ വാതിക്കൽ ഒറ്റ ഇരിപ്പ് തന്നെയാ. അപ്പൊ ഒരു ചായയും മേടിച്ച് എന്തെങ്കിലും കഴിക്കാനും വാങ്ങിക്കാന്ന് കരുതി ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാ. അതെ ചേട്ടത്തി, ആ ഫ്ലാസ്ക് എന്താ? ചായയും കഴിക്കാനൊക്കെ ഞങ്ങൾ വാങ്ങിച്ചോണ്ടിരുന്നു. ചേർത്ത് ചെല്ല്. ഇത് എത്രാമത്തെ നിലയില? അത് സാറില്ല, അതെനിക്കറിയാം. സെക്കൻഡ് ഫ്ലോറിലാ. ചേട്ടത്തി ചെല്ല്, വാ സ്റ്റാൻലി. അല്ല, അപ്പൊ ഈ സോളമൻ? ആ കൊച്ചിനും ICU തന്നെ. അതും കുറച്ച് സീരിയസ് ആണെന്നാ പറയുന്നത് കേട്ടത്. എനിക്കറിയില്ല എന്റെ ദൈവമേ. ഞങ്ങളിപ്പോ വരാം. ചേർത്ത് ചെല്ല്. ഓ വാ. ചേർത്തി, ഇതാരൊക്കെയാ മാവാ? ഞങ്ങള് ക്ലീറ്റസിനൊന്ന് കാണണമെന്ന് കരുതി വന്നതാ. അയ്യോ, അതിനിപ്പോ എന്താ? വാ, അകത്തേക്ക് വാ. ആ, മോനെ ക്ലീറ്റസേ. എന്താ അമ്മേ? ക്ലീറ്റസ്. ഓ ഇല്ല, ഞങ്ങള് പള്ളിയില് കഴിഞ്ഞ് അച്ഛനെ ഒന്ന് കാണേണ്ട കാര്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാ ക്ലീറ്റസിനെ ഒന്ന് കാണാന്ന് വിചാരിച്ചത്. ആ ചേർത്തി പള്ളിയിൽ കഴിഞ്ഞ് നേരത്തെ പോന്നോ? ഇത് ഭയങ്കര അതിശയായിരിക്കുന്നല്ലോ.
ക്ലീറ്റസിനെ കണ്ട ഇത്രയും വലിയൊരു ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെട്ടാണെന്ന് തോന്നുകയില്ല. അതെ അതെ. എല്ലാം അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ചേട്ടാ. എന്നാലും അവന്റെ കാര്യം ഓർക്കുമ്പോഴാണ്. നിങ്ങളൊക്കെ പലവട്ടം പറഞ്ഞതൊക്കെ അനുസരിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവൂലായിരുന്നു. ദൈവം അറിയാതെ ഒന്നും നടക്കുന്നില്ല ക്ലീറ്റസ്. മാന്യ മര്യാദയായിട്ട് ജീവിക്കുക, ബാക്കിയെല്ലാം ദൈവത്തിന് വിടുക. ആ പിന്നെ അവളെയും കൊച്ചിനെയും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോന്നു. ഞങ്ങളെ ഒന്ന് വിളിക്കാൻ കാത്തിരിക്കായിരുന്നു അവൾ ഇങ്ങോട്ട് പോരാൻ. എന്നിട്ട് അവരെവിടെ? നാളെ മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഒരു ഉടുപ്പെടുക്കാൻ പോയിരിക്കണ അവര്. ഞാൻ കൂടെ ചെല്ലാമെന്ന് പറഞ്ഞാണ്. അപ്പൊ അവള് പറയാ എന്നോട് റെസ്റ്റ് എടുത്തോളെ. സത്യം പറയാലേ മാനുവേട്ടാ, സ്റ്റാലിൻ ചേട്ടാ, ദൈവം സഹായിച്ച് എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. അതങ്ങനെയാണ് ക്ലീറ്റസ്. ദൈവം സഹായിച്ചു കഴിഞ്ഞാൽ പിന്നെ തകർന്നതും നഷ്ടപ്പെട്ടതും എല്ലാം ശരിയാകുകയും തിരികെ ലഭിക്കുകയോ ഒക്കെ ചെയ്യും. നിങ്ങൾ അന്ന് പറഞ്ഞത് 100-ൽ 100% ശരിയാ. നേരാവണ്ണം ജോലിക്ക് പോയി കുടുംബം ഒന്നിച്ച് ദൈവാനുഗ്രഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന സുഖവും സന്തോഷവും മറ്റൊന്നിനും ലഭിക്കുന്നില്ലെന്ന് ഈ കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായി. ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീഷ്ണതയോടെ തിരിച്ചുവന്ന് അവിടുത്തെ തേടുവിൻ. ബറൂക്ക് 4-ാം അധ്യായം 28-ാം വാക്യം. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.